ഹായ് ഓൾ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെ പറ്റിയിട്ട്. എങ്ങനെയുണ്ട്? പേര് കേട്ടിട്ട് പേടിച്ചു പോയോ? ഒന്നുമില്ലടാ, സിമ്പിളാ. അതായത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1912 ആൽഫ്രഡ് വെഗ്നർ എന്ന് പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ ഭൂമിയിൽ 7 കോണ്ടിനെൻ്റ് ഉണ്ട്. അതായത് നോർത്ത് അമേരിക്കൻ, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്ന് പറയുന്ന ഒരു 7 കോണ്ടിനെൻറ്റുകളോളം ഉണ്ട്. അപ്പോൾ ഈ കോണ്ടിനെൻറ്റുകൾ ആദിമകാലത്ത്, അതായത് വർഷങ്ങൾക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് ഇതെല്ലാം ഒരു ഒറ്റ കോണ്ടിനെൻ്റ് ആയിരുന്നു, ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീട് അത് കാലക്രമേണ അതായത് ആ സൂപ്പർ കോണ്ടിനെൻ്റ് അവിടെ നിന്ന് വിട്ടകന്ന് അല്ലെങ്കിൽ പൊട്ടിമാറി പുതിയ പുതിയ കോണ്ടിനെൻറ്റുകളായിട്ട് പരിക്രമിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും ബ്രീഫായിട്ട് സിമ്പിളായിട്ട് നമുക്ക് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്താണെന്ന് പറയുന്നത്. ഇനി നമുക്ക് NCERT എങ്ങനെയാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി 1912 ആൽഫ്രഡ് വെഗ്നർ. ഓൾ കോണ്ടിനെൻറ്റ്സ് വെയർ വൺസ് ജോയിൻഡ് as a single landmass called Pangaea, which then fragmented and drifted to their current positions, surrounded by a mega ocean called Panthalassa. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്ന ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് ആയിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലക്രമേണ ഈ ഒരു സൂപ്പർ കോണ്ടിനെൻ്റിൽ നിന്ന് അത് ബാക്കിയുള്ള ഭൂരൂപങ്ങളായിട്ട് അത് പൊട്ടി അകന്നു മാറി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന 7 കോണ്ടിനെൻറ്റും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടായതെന്ന്. നിങ്ങൾ ഈ ഫിഗേഴ്സ് കാണുന്നുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ ആ പാൻജിയയും പാന്തലാസയും ഈ കാണുന്നതാണ്. അതായത് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് അത് ഈ കാണുന്ന പാൻജിയാണ്. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു കോണ്ടിനെൻറ്റിനെയാണ് സൂപ്പർ കോണ്ടിനെൻ്റ് അഥവാ പാൻജിയ എന്ന് ആദിമ കാലഘട്ടത്തിൽ വിളിച്ചിരുന്നു എന്ന് വെഗ്നർ പറയുന്നത്. അപ്പോൾ അതിന് ചുറ്റുമുള്ള ഈ ബ്ലൂ ആയിട്ട് കാണുന്നുണ്ടോ, ഇതായിരുന്നു അന്നത്തെ മെഗാ ഓഷ്യൻ അല്ലെങ്കിൽ പാന്തലാസ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. നോക്കുക, പാന്തലാസയുടെ ഒരു ഫിഗറാണ് ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ കാണുന്ന ഒരു മെഗാ ഓഷ്യനെയാണ് പാന്തലാസ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് കാലക്രമേണ ഇത് പൊട്ടിയകന്ന് പുതിയ പുതിയ ഭൂരൂപങ്ങളായി എന്നാണ് വെഗ്നർ പറയുന്നത്, അല്ലെങ്കിൽ അത് മുമ്പോട്ട് വെക്കുന്നത്, കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി മുമ്പോട്ട് വെക്കുന്നത്. ഇനി നോക്കുക, നമ്മൾ പറഞ്ഞു അതായത് ആ സൂപ്പർ കോണ്ടിനെൻ്റിൽ നിന്നും വിട്ടകന്ന് പിന്നീട് അത് പല പല കോണ്ടിനെൻറ്റ്സ് ആയി എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ആദിമഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ അതിൻ്റെ ഒരു ഭൂരൂപങ്ങളുടെ അവസ്ഥകളെയാണ് ഇവിടെ 4 ഫിഗേഴ്സായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ, ഇത് എങ്ങനെയായിരിക്കും ഇങ്ങനെ വിട്ടകന്ന് മാറിയിട്ടുള്ളത്? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഭൂമിയുടെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് അത് പല പല പാളികളായിട്ട് തിരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. അതിൽ തന്നെ ലിത്തോസ്ഫിയർ, അസനോസ്ഫിയർ, മീസോസ്ഫിയർ, ബാരിസ്ഫിയർ എന്ന് പറയുന്ന 4 സ്ഫിയറുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മൾ പുതിയൊരു വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസ്സിൽ വിശദമായി പറയുന്നുണ്ട്. എന്നാലും ഒരു ബ്രീഫായിട്ട് ഇത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഈ അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു സ്ഫിയറിലാണ് മാഗ്മ എന്ന് പറയുന്ന ഒരു സംഭവമുള്ളത്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാകും, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താണ്? ലാവയാണ്. ഈ ലാവയുടെ ഒരു പ്രൈമറി സ്റ്റേജാണ് ഈ മാഗ്മ എന്ന് പറയുന്നത്. ഈ മാഗ്മയാണ് പിന്നീട് ലാവയായി പരിണമിച്ച് അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നത്. സോ പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലെങ്കിൽ കൺവെക്ഷൻ കറണ്ട് ഓഫ് മാഗ്മ, അത് കാരണമാണ് ഈ ഭൂരൂപം അല്ലെങ്കിൽ സൂപ്പർ കോണ്ടിനെൻ്റ് പൊട്ടിയകന്ന് പിന്നീട് പല പല ലാൻഡ്മാസ് ആയിട്ടുള്ളത്. സോ പ്ലേറ്റ് ടെക്ടോണിക്സും കൺവെക്ഷൻ കറണ്ട് ഓഫ് മാഗ്മ എന്താണെന്ന് നമ്മൾ പിന്നീട് ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലേറ്റ് ടെക്ടോണിക്സും അതേപോലെ കൺവെക്ഷൻ കറണ്ട് ഓഫ് മാഗ്മ അല്ലെങ്കിൽ കൺവെക്ഷൻ കറണ്ട് ഓഫ് മാഗ്മയുടെ ചലനങ്ങൾ, അതുമൂലമാണ് ആ ഒരു മാഗ്മയുടെ ചലനം മൂലമാണ് ഇത് പല പല കോണ്ടിനെൻറ്റ്സ് അല്ലെങ്കിൽ പല പല ലാൻഡ്മാസ് ആയിട്ട് മാറിയതെന്ന് പറയുന്നു. എന്നാൽ വെഗ്നർ ഇത് ആദ്യമേ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. അത് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പറയും. ഇപ്പോൾ ഇത് നോക്കുക. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന, അതായത് 225 മില്യൺ ഇയേഴ്സ് അഗോ മുമ്പാണ് ഇങ്ങനെ ഒരു കോണ്ടിനെൻ്റ് ഇവിടെ ഉണ്ടായിരുന്നത്. 1-2 ദിവസം കൊണ്ടല്ല, 1-2 മാസങ്ങൾ കൊണ്ടല്ല, 1-2 വർഷങ്ങൾ കൊണ്ടുമല്ല. വർഷങ്ങൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് അതിന് മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് പരിണമിച്ച് ആണ് ഇപ്പോൾ കാണുന്ന ഒരു 7 കോണ്ടിനെൻറ്റിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഭൂമി മാറിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കോണ്ടിനെൻറ്റിൻ്റെ പേരായിരുന്നു പാൻജിയ എന്ന് പറയും.
അതായത് ആ സൂപ്പർ കോണ്ടിനെൻറ്റിൻ്റെ പേരായിരുന്നു പാൻജിയ എന്ന് പറയുന്നത്. പിന്നീട് ഒരു 150 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ഒരു കോണ്ടിനെൻ്റ് ഉണ്ടാവുകയാണ്. പാൻജിയ 225 മില്യൺ ഇയേഴ്സ് എഗോ മുമ്പായിരുന്നെങ്കിൽ 150 മില്യൺസ് ഇയേഴ്സ് കഴിഞ്ഞ് പിന്നീട് ഉണ്ടായതാണ്. പിന്നീട് പാൻജിയ രണ്ടായിട്ട് തിരിഞ്ഞു, 2 ലാൻഡ് മാസായി. ആ 2 ലാൻഡ് മാസിനെ വിളിക്കുന്ന പേരാണ് ലൗറേഷ്യയും ഗോണ്ടുവാനയും. ഇത് രണ്ടും 2 ലാൻഡ് മാസായിട്ട് മാറി. എന്തുകൊണ്ടായിരിക്കാം? അതിന് കാരണം കൺവെക്ഷൻ കറണ്ട് ഓഫ് മാഗ്മ അല്ലെ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ പൊട്ടിയകന്ന് 2 ലാൻഡ് മാസായിട്ട് മാറി. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇത് കണ്ടോ, ഓരോരോ കോണ്ടിനെൻറ്റ്സ് ആയിട്ട് ഇത് മാറിയിരിക്കുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇപ്പോൾ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ്, അതേപോലെ സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഈ കോണ്ടിനെൻറ്റ്സ് ഒക്കെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സംഭവിക്കുന്നുണ്ട്. ഇത് 100 മില്യൺ ഇയേഴ്സിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനും ശേഷമാണ് പിന്നീട് ഇപ്പോൾ കാണുന്ന എർത്ത് ടുഡേ എന്ന് പറയുന്ന ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതിനുശേഷമാണ് ഈ ഒരു ഫിഗർ, അതായത് ഇപ്പോൾ കാണുന്ന ഓരോരോ കോണ്ടിനെൻറ്റുകളായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് മാറി മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ പൊട്ടിയകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കാണുന്ന കോണ്ടിനെൻറ്റ്സ് എല്ലാം പരിണമിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡ്രിഫ്റ്റ് തിയറി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെഗ്നർ 1912 പറഞ്ഞു എങ്കിലും അതിനെ ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതിന് അദ്ദേഹം ഒതൻറ്റിസിറ്റി വരുത്താനായിട്ട് അല്ലെങ്കിൽ ആധികാരികത വരുത്താനായിട്ട് ചെയ്ത് കുറച്ച് എവിഡൻസ് മുമ്പോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആ എവിഡൻസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഈ കാണുന്നതാണ് അതിൻ്റെ എവിഡൻസസ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 5 എവിഡൻസുകളോളം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി മാച്ചിങ് ഓഫ് കോണ്ടിനെൻറ്റ്സ്. മാച്ചിങ് ഓഫ് കോണ്ടിനെൻറ്റ്സിൽ അദ്ദേഹം പറയുന്നത് ഈ കോണ്ടിനെൻറ്റുകളെല്ലാം ഒരു പസിൽ പോലെയാണെന്നാണ്, ഒരു ജിക്സോ പസിൽ പോലെ. അതായത് ഇത് പൊട്ടി അകന്നിരിക്കുന്ന ആ ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടോ? ഇത് നോക്കുക. അപ്പോൾ ഇത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂട്ടി അല്ലെങ്കിൽ പൊട്ടി അകന്ന പോലെയല്ലേ ഇതിൻ്റെ ഇത് ഇരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഫിഗർ കാണുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഫിഗറിൽ അവിടെ ഈ സൗത്ത് അമേരിക്ക, അതേപോലെ തന്നെ ഈ ആഫ്രിക്ക എന്ന് പറയുന്നത്, ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കാനുള്ളൊരു ചാൻസസ് ഇല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് മാച്ചിങ് ഓഫ് കോണ്ടിനെൻറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു പോയിന്റിലൂടെ അദ്ദേഹം അത് വിസ്ഥാപിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, പരിണമിച്ചത് എന്ന മാച്ചിങ് ഓഫ് കോണ്ടിനെൻറ്റിലൂടെ അദ്ദേഹം ഇതാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തൊരു പോയിന്റാണ് റോക്കേജ് സിമിലാരിറ്റീസ്. നമ്മൾ പറഞ്ഞു ഓരോ കോണ്ടിനെൻറ്റും അല്ലെങ്കിൽ പുതിയ ലാൻഡ് മാസ് ആയത് ആ ഒരു സൂപ്പർ കോണ്ടിനെൻറ്റിൽ നിന്ന്, അതായത് പാൻജിയയിൽ നിന്ന് വിട്ട് അകന്നിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അകന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, വിട്ട് അകന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ റോക്ക് അല്ലെങ്കിൽ പാറകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ വിട്ടകലുമ്പോൾ ഈ പാറകൾ കൂടിയാണ് വിട്ടകന്ന് മാറിപ്പോയിട്ടുണ്ടാവുക. അപ്പോൾ റോക്കേജ് അല്ലെങ്കിൽ റേഡിയോമെട്രിക് ഡേറ്റിംഗ് വഴിയായിട്ട്, അതായത് മിനറൽസിൻ്റെ റോക്കിൻ്റെയൊക്കെ ഒരു കാലപ്പഴക്കം എത്രയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് റേഡിയോമെട്രിക് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് 2 കോണ്ടിനെൻറ്റുകൾ തമ്മിൽ കമ്പാരിസൺ നടത്തി. ഇപ്പോൾ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ കോണ്ടിനെൻറ്റിൽ ഉള്ള റോക്കുകൾ തമ്മിൽ ഏകദേശം ഒരേ കാലപ്പഴക്കമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാവാം അദ്ദേഹം അങ്ങനെ ഒരു കാര്യം മുമ്പോട്ടേക്ക് വെച്ചത്. അപ്പോൾ റോക്കേജ് സിമിലാരിറ്റീസ് രണ്ടാമത്തെ പോയിന്റ്. അതായത് ആദ്യം സൂപ്പർ കോണ്ടിനെൻ്റ് ആയിരുന്നു, പിന്നീട് അത് അവിടെ നിന്ന് മാറി പുതിയ ലാൻഡ് മാർക്സ് അല്ലെങ്കിൽ പുതിയ കോണ്ടിനെൻ്റ് പൊട്ടിയകന്ന് മാറിപ്പോയതാണെന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമതായി അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ടില്ലേറ്റ് ഡെപ്പോസിറ്റ്. അതായത് ഇന്ത്യയിലും അതേപോലെ മഡഗാസ്കറിലും, ടില്ലേറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ ഹിമാനികൾ, അതേപോലെ ഇന്ത്യയിലും മഡഗാസ്കറിലും കാണുന്ന ഈ ഗ്ലേഷ്യേഴ്സ് തമ്മിൽ സാമ്യമുണ്ട്. ഇത് തമ്മിൽ കമ്പാരിസൺ ഉണ്ട് എന്നാണ് അദ്ദേഹം ടില്ലേറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അതിനുശേഷമാണ് പ്ലേസഡ് ഡെപ്പോസിറ്റിലേക്ക് അദ്ദേഹം വന്നത്. അതായത് വെസ്റ്റ് ആഫ്രിക്കയിലും ബ്രസീലിലും കാണുന്ന പ്ലേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് തരികൾ അല്ലെങ്കിൽ ഒരു ഗോൾഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 2 കോണ്ടിനെൻറ്റുകൾ തമ്മിലുള്ള ഗോൾഡ് തരികൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മദർ റോക്കിൽ നിന്ന് പൊട്ടിയകന്ന് മാറിയതാവാം ഈ ഗോൾഡ് തരികൾ അല്ലെങ്കിൽ ഈ ഗോൾഡിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ എന്നാണ് പ്ലേസ്ഡ് ഡെപ്പോസിറ്റിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയത് അല്ലെങ്കിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അതിനുശേഷമുള്ള പോയിൻ്റാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോസിൽസ് എന്ന് പറയുന്നത്. അതായത് മിസോസോർസ് എന്ന് പറയുന്ന ഒരു ജീവി അല്ലെങ്കിൽ ഒരു അനിമൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു.
അതിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് കാർബൺ ഡേറ്റിംഗ് വഴിയായിട്ട്, ഇതും ഫോസിൽസിൻ്റെ ഒരു കാലപ്പഴക്കമൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് വഴിയായിട്ട് എവിടെയാണ്, സൗത്ത് ആഫ്രിക്കയിലും ബ്രസീലിലും ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടി. അപ്പോൾ അതിനെല്ലാം ഒരേ കാലപ്പഴക്കം തന്നെയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ് വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യം ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് ഉണ്ടായിരുന്നു, പിന്നീട് അത് ഈ പല കാരണങ്ങളും കൊണ്ട് പൊട്ടിയകന്ന് മാറി പുതിയ പുതിയ ലാൻഡ് മാസ് അല്ലെങ്കിൽ പുതിയ പുതിയ ഭൂഖണ്ഡങ്ങൾ കോണ്ടിനെൻ്റ് ആയി പരിണമിച്ചത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയാണ്, ഇതാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന എവിഡൻസുകൾ നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപക്ഷെ നമ്മളോട് ചോദിക്കാം ഇതിൽ ഓഡ് വൺ ഏതാണ്, അതായത് വെഗ്നറുടെ എവിഡൻസസിൽ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയുമായിട്ട് ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ ബന്ധമുള്ള ഏതെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുമല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഇത് ചോദിക്കാനുള്ള ചാൻസസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. എന്നാൽ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി വെഗ്നർ മുമ്പോട്ട് വെച്ചെങ്കിലും ഇത് എല്ലാവർക്കും ഒരേപോലെ തന്നെ എന്താണ് അംഗീകരിക്കപ്പെട്ടില്ല. എല്ലാവരും ഒരേപോലെ ഈ ഒരു തിയറികൾ അംഗീകരിക്കപ്പെട്ടില്ല. അപ്പോൾ ഇതിന് ശേഷമാണ് കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകൾ പറഞ്ഞത്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞു കൺവെക്ഷൻ കറണ്ട് ഓഫ് മാഗ്മ അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. അതൊക്കെ എന്ന് പറയുന്നത് പിന്നീട് വന്ന പോസ്റ്റ് ഡ്രിഫ്റ്റ് തിയറി, മെക്കൻസി മോർഗനൊക്കെ കൊണ്ടുവന്ന തിയറിയിൽ നിന്നാണ് കൂടുതൽ അതിനൊരു ആധികാരികത വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ അടുത്ത വേറൊരു ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്കിതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.